ഇവിടെ ഭീകരം കട്ടിങ് നടന്നുകൊണ്ടിരിക്കുവാണ്. ഇനി മുതൽ നല്ല വസ്ത്രമിട്ട് മാത്രമേ ഇവിടെ കട്ട് ചെയ്യാൻ നിൽക്കത്തുള്ളൂ എന്നാണ് നാൻസി പറയുന്നത്. വെറുതെ അല്ല, ഭീഷണി നല്ലപോലെ ഉണ്ടായിട്ടാണ് ഒരുപാട് പേര് നാൻസിനെ തപ്പി പിടിച്ച് അന്വേഷിച്ച് വരാൻ നേരത്തെ നാൻസി ഇവിടെ പന്ന ബനിയനും പന്ന നിക്കറിട്ടായിരിക്കും നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നല്ല ഉടുപ്പിട്ട വെട്ടാവുള്ളത് കേട്ടോ. അതുകൊണ്ട് ഇനിയിപ്പോൾ എത്ര ദിവസത്തേക്ക് ഉണ്ടാകുമെന്ന് അറിയില്ല. ഭയങ്കര ചൂട് കാരണം എല്ലാവർക്കും ഒരു ആഗ്രഹം ജ്യൂസ് കുടിക്കണമെന്ന്. കടയിൽ ചെന്നിരുന്ന് ഓറഞ്ച് ജ്യൂസ് ഓർഡർ ചെയ്തിട്ട് അവിടെയുള്ള കട്ട്ലേറ്റ് എന്തോ ഇതിൻ്റെ പേര് മറ്റേ ചിക്കൻ 65 സാൻഡ്വിച്ച് അതെല്ലാം കഴിച്ചു, കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഓറഞ്ച് ജ്യൂസ് അയ്യോ ഭയങ്കര പരാജയമായി പോയി. എന്തോ ഒരു ചീവ് കലർന്ന ഓറഞ്ചും കൂടി ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പിന്നെ മുഴുവിപ്പിക്കാൻ പറ്റിയില്ല. അത് കുടിച്ചതോടെ എല്ലാവരുടെയും മോന്തായം ചളങ്ങിപ്പോയി കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു. കിയാര അങ്ങനെയാണെന്ന് വന്നിട്ടുണ്ട്. ഇനി ഒരു പണിയും നടക്കത്തില്ല. കണ്ടിരുമാനം ബ്ലൗസുകൾ ഹെം ചെയ്യാനൊക്കെ എനിക്ക് ഇരിപ്പുണ്ട്. പക്ഷേ ഇവളെ നോക്കുമോ പണി ചെയ്യുമോ, അതാണ് എൻ്റെ അവസ്ഥ. ഇവിടെ ഇഷ്ടമാണ് സാധനങ്ങളുള്ള സ്റ്റിച്ചിങ്ങിനോടനുബന്ധിച്ച് എല്ലാം കയറി പിടിക്കും കേട്ടോ. അപ്പോൾ നോ പറഞ്ഞതിനാണ് നിലത്ത് വീണ് കിടന്നുകൊണ്ട് കരച്ചില്ല. ഇതൊന്ന് ഓൾട്ടർ ചെയ്യാനുണ്ടായിരുന്നു, ഇത്തിരി നീളം കുറയ്ക്കാനുണ്ടായിരുന്നു. അതെല്ലാം കുറച്ചിട്ട് നിന്നപ്പം സന്ധിക്കൊന്ന് പുറത്ത് വെറുതെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമില്ല, വൈകുന്നേരത്തേക്ക് കറിക്കൊന്നുമില്ല. ഇച്ചിരി ചാള വാങ്ങി കേട്ടോ. ചാള വാങ്ങി നമ്മൾ വരുന്ന വഴിക്കാണ് നാൻസിക്ക് സമൂസ ചാട്ട് കഴിക്കാൻ ആഗ്രഹം. അത് കഴിച്ചു. ചൂടും ഉണ്ടായിരുന്നില്ല, തൈരും കുറേ കണ്ടരുമാനം വാരി വെച്ചിരിക്കുന്നു. ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, അവിടെയും പരാജയം. പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് വേഗം ചാളയെല്ലാം ക്ലീൻ ചെയ്ത് സവാള, പച്ചമുളക്, ഇഞ്ചി, പിന്നെ ഇച്ചിരി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഇതെല്ലാം കൂടി നല്ല തത്തിപ്പൊത്തി വെച്ച് ഉപ്പുമൊക്കെ ഇട്ട് വെളിച്ചെണ്ണ ഒഴിക്കും കേട്ടോ. അങ്ങനെ എടുത്ത് വേവിച്ചെടുക്കുന്ന കറിയാണ് ഈ കറി. ഇത് എൻ്റെയും നാൻസിയുടെയും ഭയങ്കര ഫേവറേറ്റ് കറി കേട്ടോ. വേറെ ആർക്കും ഇത് അത്ര ഇഷ്ടമില്ല. അങ്ങനെ ഞങ്ങളുടെ ചാളക്കറിയൊക്കെ കൂട്ടി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് അന്ന് ഉറങ്ങാൻ പോയി. അപ്പം എത്രയേ ഉള്ളൂ.